പോയി കഴിഞ്ഞാൽ അയ്യോ കോനത്തും നിക്കണവിടെ. കൊള്ളാം, എവനാള് കൊള്ളാം. ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഫസ്റ്റ് ലോങ് വീഡിയോ ആയിരിക്കും ഹോപ്പ്ഫുള്ളി ചെയ്യുന്നത്. ഭയങ്കരം തന്നെ. എന്താണ് ഫസ്റ്റ് ലോങ് വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഡേ ഇൻ ദ ലൈഫ് ഓഫ് എൻ ഇന്ത്യൻ ലോ സ്റ്റുഡൻറ്. എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാമെന്ന് ഞാൻ പറയാൻ കാര്യം, എല്ലാ ദിവസവും ഞാൻ വിചാരിക്കുമായിരുന്നു ഈ ഒരു കണ്ടന്റ് ഷൂട്ട് ചെയ്യണം, ലോങ് വീഡിയോ ആയിട്ട് ഇടണം. പക്ഷേ രാവിലെ 7:30 കോളേജ് തുടങ്ങുന്നത് ഞങ്ങൾക്ക്. അപ്പോൾ ആ ഒരു നേരത്തിൻ്റെ ഓട്ടപ്പാച്ചിൽ കോളേജിലേക്ക് അത് ഷൂട്ട് ചെയ്യാനായിട്ട് അങ്ങനെ പറ്റാറില്ല. ഇനി അല്ലെങ്കിൽ കുറച്ച് ക്ലിപ്സ് ഷൂട്ട് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ തിരക്കായി കഴിയുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം മറക്കും. അപ്പോൾ ആൻഡ് ഇന്ത്യയുടെ ഇന്നൊരു ക്വയറ്റ് ബിസി ഡേ ആണ്. ലൈക്ക് എപ്പോഴും വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹമുള്ളപ്പോഴും ഞാൻ എടുക്കാതിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, എനിക്ക് അത്യാവശ്യം ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു ഡേ ഷൂട്ട് ചെയ്യാനാണ് ഇഷ്ടം. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് എന്ന് പറയുമ്പോൾ 1:30 വരെ, 7:30 to 1:30 ക്ലാസ് കഴിഞ്ഞ് റൂമിൽ വരും, എന്തെങ്കിലും കഴിക്കും, റെസ്റ്റ് എടുക്കും, ദെൻ ലേറ്റ് നൈറ്റ് വരെ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്തിരിക്കും, പിന്നെ കിടന്നുറങ്ങും. സോ അങ്ങനെ ഒരു ബോറിംഗ് ഡേ എനിക്ക് ഷൂട്ട് ചെയ്യണമെന്നില്ലായിരുന്നു. സോ ടുഡേ വിൽ ബി ക്വൈറ്റ് ഹാപ്പനിങ് ഐ ഗെസ്. സോ അപ്പോൾ നമ്മൾക്ക് റിവൈൻഡിൽ കാണാൻ ഞാൻ രാവിലെ എണീറ്റപ്പോൾ തൊട്ട് എന്താ ചെയ്തതെന്ന്. മോർണിംഗ്, it's 6:20. I slept late, so yeah, I'm still sleepy. But I have to attend first hour. എനിക്ക് presentation ഉണ്ട് first hour, so I have to attend. So I'll go get fresh. യൂണിഫോം ഇടുന്ന ഡേയ്സിൽ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്. ബട്ട് എനിക്ക് ഇന്ന് ഓർത്ത് ടൈം വന്നപ്പോൾ അത് ഫോർമൽസ് ഡേ ആയിരുന്നു. അപ്പം ഈ ഡ്രസ്സ് ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനിത് പോയി അയൺ ചെയ്തിട്ട് വരാം. ഈ വീഡിയോയിൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. ആക്ച്വലി ഞാൻ ഇന്നലെ കോളേജിൽ പോയപ്പോൾ ലിഫ്റ്റിൽ വെച്ച് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അപ്പം അവള് ഈ യൂട്യൂബ് ചാനലൊക്കെ കാണുന്നതാണ്. അധികം പേർക്ക് ഈ യൂട്യൂബ് ചാനലിനെ പറ്റി അറിയത്തില്ല സത്യം പറഞ്ഞാൽ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, നീ എന്താ ഗീത വ്ലോഗ്, നിനക്ക് വ്ലോഗ് ഇട്ടൂടെ, നീ എന്താ ഷോർട്സ് മാത്രം ഇടുന്നത്, വ്ലോഗും കൂടെ ഇടും. ഞാൻ അതൊരു ഇനി അവൾ എന്നെ കളിയാക്കുവാണോ? പക്ഷെ അല്ല, അവള് സീരിയസ് ആയിട്ട് പറഞ്ഞ പോലാണ് എനിക്ക് തോന്നിയത്. സോ ആക്ച്വലി ഷീ ഈസ് ദ റിയൽ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് മീ ടു ടേക്ക് ദിസ് വീഡിയോ. എനിക്ക് ലോങ് വീഡിയോ എടുക്കാനുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഇന്നലെ കോളേജിൽ നിന്ന് കിട്ടിയതാണ്, ജോസ്വിയ. സോ ദിസ് വൺസ് ബിക്കോസ് ഓഫ് യു. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഐറ്റം, ID കാർഡ്. എത്രയോ ദിവസങ്ങൾ കോളേജിൻ്റെ ഗേറ്റ് വരെ പോയിട്ട് വീട്ടിലേക്ക് വരേണ്ടി വന്നിട്ടുണ്ടെന്നു ID കാർഡ് ഇടാത്തൊരു റീസൺ കൊണ്ട് മാത്രം. എനിക്ക് ആ ഹെയർ സ്റ്റൈൽ അത്ര ഇഷ്ടപ്പെട്ടില്ല. ബട്ട് എനിക്ക് ഹെയർ സ്റ്റൈൽസിനെ പറ്റി ഒന്നും അത്ര ജ്ഞാനമില്ല. വേറെ നല്ലതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാൽ സമയം 7 മണിയായി. ഷാർപ്പ് 7:30 ആകുമ്പോൾ നമ്മുടെ ഡോർസ് അടയ്ക്കും. പിന്നെ നമുക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റില്ല, അറ്റൻഡൻസും കിട്ടില്ല. സ്പെക്സ്, ദിസ് ലുക്സ് ബെറ്റർ അത് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. ദുപ്പട്ട നമുക്കൊരു മസ്റ്റാണ്. സോ ദുപ്പട്ട ഇടാതെ പോകാൻ പറ്റില്ല. സോ ഞാനിതിങ്ങനെ ഇടാം. എല്ലാം ഒരുങ്ങി കഴിഞ്ഞപ്പോഴോർത്തതെന്നാൽ ചെറിയൊരു പൊട്ടുകൂടെ വെച്ചാൽ എന്താ കുഴപ്പമെന്ന്. And for today it is, my daughter, your faith has made you well, go in peace. Again എനിക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല അങ്ങനെ മുടി അഴിച്ചിട്ടിട്ട്. ബിക്കോസ് ഇവിടുന്ന് കോളേജിലെത്തി 4th ഫ്ലോറിലൊക്കെ കയറി ക്ലാസ്സിലിരിക്കുമ്പം ആവി എടുക്കും. അപ്പോൾ
ആ ഒരു ഹെയർ സ്റ്റൈല് മാറ്റാൻ തോന്നും. ആഹാ നല്ല നീറ്റുമായിട്ടുണ്ട് കാണാനും. എനിക്കിതാണ് ഇഷ്ടം. 2 മുടി വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. അപ്പോൾ ഞാൻ റെഡിയായി 7:10 ആയതേ ഉള്ളൂ ഓൾമോസ്റ്റ്. ഞാനപ്പോൾ ജനറലി ഈ ഒരു സമയത്ത് 6:15 ആകുമ്പോൾ എണീറ്റ് ഈ ഒരു സമയത്ത് റെഡിയായി കഴിയും. ഇവിടെ ഏതോ അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കാം. ആക്ച്വലി ഞാൻ രാവിലെ ആ പാട്ട് കേട്ടിട്ടാണ് എണീറ്റത്. ശരിക്കും ആ പാട്ട് എനിക്ക് വെളുപ്പിനെ തൊട്ട് കേൾക്കാമായിരുന്നു. എനിക്ക് നാട് ഓർമ്മ വന്നു. കാരണം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്ത് അമ്പലമാണ്. അപ്പം മിക്ക ദിവസങ്ങളിലും രാവിലെ നമുക്കിങ്ങനെ പാട്ടുകൾ കേൾക്കാം അമ്പലത്തിൽ നിന്ന്. അപ്പം ആ ഒരു നൊസ്റ്റാൾജിയ വന്നു. നമ്മൾ കോളേജിലെത്തി ഫ്രണ്ട്സ്. ഇന്നും നമ്മുടെ ക്ലാസ് 6th ഫ്ലോറിലാണ്. ഇവൾ ഈ ക്ലാസ് അല്ല, ഇവൾ 5th ഫ്ലോറിലാണ്. ബട്ട് ഞാൻ ഇവളോട് പറഞ്ഞു ഇവിടെ വരെ വന്നിട്ട് താഴേക്ക് സ്റ്റെപ്സ് ഇറങ്ങി പോവാൻ. പൊടി ഞാൻ ആ സ്റ്റെപ്പ് വഴി പോകാതിന്. ഗുഡ് മോർണിംഗ് ഷ്യാം. ഷ്യാം ഇന്ന് ഗുഡ് ഗേളായി. ഷ്യാം ഫസ്റ്റ് അവർ വന്നു. ജനറലി ഷ്യാം ഫസ്റ്റ് അവർ സ്കിപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ് വേറെയാണ്. 6th ഫ്ലോറിലാണ് നമ്മുടെ ക്ലാസ്. 4th ഫ്ലോറിൽ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ബിക്കോസ് അവിടെ ജൂനിയേഴ്സിന് എക്സാം നടക്കുമായിരുന്നു. നമ്മളിങ്ങനെ യൂട്യൂബ് വീഡിയോ എടുക്കുമ്പോൾ പലരും നമ്മളെ ജഡ്ജ് ചെയ്യും. പക്ഷെ നമ്മളത് കാര്യമാക്കാൻ പാടില്ല. വി ഷുഡ് കീപ് ഗോയിങ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഹായ് സിയാർ. 8:20 ബ്രേക്കായി. സോ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ് for 30 minutes. ഹലോ. ഷ്യാംസ് എക്സ്പ്രഷൻ. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. ഹായ് സാക്ഷി. Okay, so I'll go have lunch and then come say breakfast. Breakfast down. YouTubers. Okay, so I'll have breakfast. ക്ലാസ്സിൽ വ്ലോഗ് എടുത്ത് എല്ലാവരും എന്നെ ചിരിച്ച് കളിയാക്കി. ശ്വേത എന്താ ബ്രേക്ക്ഫാസ്റ്റ്? നമ്മൾ ഇന്ന് കിട്ടാത്തതുകൊണ്ട് സിംഗർ സാൻഡ്വിച്ച് കഴിക്കാൻ പോകുന്നത്. അരുന്ന് എടുക്കണം. 9:30 ആയതേ ഉള്ളൂ. ഇപ്പോൾ ലൈബ്രറി കഴിഞ്ഞ് നമ്മൾ ക്ലാസ്സിലെത്തി. തവട ആകാൻ പോവാണ്. ദിസ് ഇസ് സുജിത്. Going to be famous today. YouTube channel. Famous 35 followers. ഗൈസ്, നമ്മൾ വേണം ഇതിന് പകരം ചോദിക്കാൻ. നമ്മൾ 100K സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് എത്രയും പെട്ടെന്ന് കാണിച്ചു കൊടുക്കണം. നമ്മൾ വരെ നമ്മുടെ ക്ലാസ് അപമാനിക്കപ്പെട്ടവരെ വലിയ നിലയിലെത്തിയിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ. ഹായ് ബോലോ. 11:30 ബ്രേക്കായി. ആകെ 15 മിനിറ്റ്സ് നമുക്ക് 11:30 ബ്രേക്കിനെ കിട്ടുന്നത്. നമ്മളിപ്പോൾ ബ്രേക്കിനെ എടുക്കുന്നത് ആഡ് ഓൺ ക്ലാസ്സിലാണ്. നമുക്ക് ആഡ് ഓൺ ക്ലാസ്സിന് പ്രസൻറ്റേഷൻ ഉണ്ട്. സോ ചെയ്യണം. നിങ്ങൾ പ്രസന്റേഷൻ ചെയ്തോ? പത്മ നിസി ഹായ് പറ. പ്രസന്റേഷൻ എന്തായി? ഇതൊക്കെ യൂട്യൂബ് ചാനലിൽ വരും കേട്ടോ. ആക്ച്വലി ലാസ്റ്റ് അവർ ആണ്. ഞാൻ ക്ലാസ്സിൽ പോയില്ല, വീട്ടിൽ പോകാനായിട്ട് നിൽക്കുകയാണ്. ബിക്കോസ് കുറച്ച് പരിപാടികളുണ്ട്. നാളെ മീഡിയേഷൻ കോമ്പറ്റീഷന് പോകണം. ആസ് യൂഷ്വൽ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നെർവസ് ആണ്. കുറച്ച് പ്രിൻ്റ് എടുക്കാനുണ്ട്, പാക്കിങ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ പോവാം. കഴിച്ച് പ്രിൻ്റൊക്കെ എടുത്തിട്ട് നേരെ വന്ന് കിടന്ന് ഉറങ്ങി എണീറ്റ കോലാണ് കാണുന്നത്. പിന്നെ പയ്യെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് റൂമിനോട് ബൈ ബൈ പറഞ്ഞു. അങ്ങനെ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഗായ്സ്. ബൈ ബൈ.